വികസന വേദിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിലെ വികസന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. എന്റെ നാടിന്റെ പുരോഗതിക്ക് വരും തലമുറയ്ക്ക് മാതൃകയാക്കത്തക്ക രീതിയിൽ എന്തൊക്കെ പ്രൊജക്റ്റാണ് വരേണ്ടത്, എന്തിനൊക്കെ കുറവാണുള്ളത്, അതാണ് ഇവിടെ തുറന്ന് സംസാരിക്കേണ്ടത്. നമ്മുടെ വയലുകളായാലും മറ്റ് കൃഷി സ്ഥലങ്ങളൊക്കെ ഇന്ന് യാതൊരു വിധമായ കൃഷി സംബന്ധമായ ഒന്നൊരു കാര്യങ്ങളും ചെയ്യാൻ വയ്യാത്ത രീതിയിൽ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ്. വരും കാലങ്ങളിലൊക്കെ നമ്മളെ ഇവിടുത്തെ പൈപ്പ് ലൈൻ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പമ്പയാറിൽ നിന്നുള്ള മോട്ടോർ അവിടുന്ന് അടിച്ചാണ് കൊടുക്കുന്നത്. അതൊക്കെ നിന്ന് പോകുന്ന ഒരു അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് നല്ലതായിരിക്കും. ഈ നാട്ടിലുള്ളവർ തന്നെ, നിങ്ങൾ തന്നെ കർഷകരെ മുന്നോട്ട് വരണം, യുവാക്കളടക്കം മുന്നോട്ട് വരണം. കേന്ദ്ര സർക്കാരിന്റെ നിരവധി പദ്ധതികളുണ്ട്, കേരള സർക്കാരിന്റെ പദ്ധതികളുണ്ട്. അതൊക്കെ വിനിയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പം ഇടപെടലുകൾ വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ റിപ്പോർട്ടിനകത്ത് അത് ഉൾപ്പെടുത്തും. ഭൗതികമായ ഡെവലപ്മെന്റ്, റോഡ്, പാലം, ബിൽഡിങ്, ഹോസ്പിറ്റൽ, ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നു, എല്ലാവരും പറയുന്ന ഒരു കാര്യം. പക്ഷേ ഈ ആരോഗ്യപരമായ ഒരു വികസനം ഉണ്ടായി, നല്ലൊരു ഭക്ഷണ ക്രമമുണ്ടായി, അങ്ങനെയൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഹോസ്പിറ്റൽ കേസ് ഇപ്പോൾ തന്നെ നമ്മൾ ഇന്ന് ഞാൻ പത്രത്തിൽ വായിച്ചപ്പോൾ എനിക്ക് അതിശയം തോന്നി. നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് 9 കേരളത്തിൻ്റെ. അതിനെന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കണം. തീർച്ചയായിട്ടും പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ ഇത് ചേട്ടന്റെ അഭിപ്രായം തീർച്ചയായിട്ടും നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. നമ്മളുടെ തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിലെ പട്ടയം കിട്ടാത്ത വീടുകളിൽ താമസിക്കുന്ന പരിമിതമായ അറിവനുസരിച്ച് ഏതാണ്ട് 50-നടുത്ത് കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങൾക്ക് പട്ടയം കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ബാക്കി എന്തെങ്കിലും ഒരു സാഹചര്യത്തിലോട്ട് മുന്നേറാൻ കഴിയുള്ളൂ. ഇത്തരം ധാരാളം ആൾക്കാരുള്ള ഒരു പഞ്ചായത്ത് നമ്മൾ ഈ കാണുന്ന ഈ പ്രദേശം പോണക്കല്ല. നമ്മുടെ പ്രദേശത്ത് കുറേ സ്ഥലങ്ങളുണ്ട്. നെല്ലിമലയുണ്ട്, പ്രമാടത്തുണ്ട്, തോട്ടപ്പുഴശ്ശേരി ഭാഗത്തുണ്ട്, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത്തരം പട്ടയങ്ങൾ കിട്ടുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ആദ്യം പരിഹരിക്കണം. ചെറിയ ചെറിയ വീടുകൾ, അതായത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള വീടുകളിൽ 1-2 പശുവിനെ വളർത്തുന്ന കൃഷിക്കാര്, 1-2 ചെറിയ തോതിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർ, ഒരു 4 സെന്റ് 5 സെന്റ് 10 സെന്റിൽ നടത്തും. അപ്പോൾ അവർക്ക് നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത്, അപ്പോൾ അതിൻ്റെ ഒരർത്ഥം അവിടെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ നാഷണൽ പ്രൊഡക്ടിവിറ്റി, അല്ലെ കേരളത്തിന് നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി, അല്ലെ ഫാം പ്രൊഡക്ടിവിറ്റി കൂടും. ചില സംരംഭങ്ങൾ നടത്തുന്ന അതൊരു വലിയ ജീവിതമാർഗമാക്കി അത് വിറ്റഴിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണെന്നാണ് എൻ്റെ ഞാൻ അറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വൃത്ത വീടുകളാണ്. വീടുകളിലെല്ലാം 1-2 വ്യക്തികൾ മാത്രം, അവർ 70-ന് മുകളിലും അവരെ സഹായിക്കാൻ ആരുമില്ലാത്ത ഒരു സ്ഥിതി വിശേഷമാണ് കാണുന്നത്. ഗ്രാമത്തിലാണ് ഊർജം കിടക്കുന്നത്, അവിടാണ് ജീവൻ തുടിക്കേണ്ടത്. ഇപ്പം ഗ്രാമത്തിലെ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമാണ് ചേട്ടൻ പറഞ്ഞത്. ഇവിടെ ഒരു വീട്ടിൽ അച്ഛനോ അമ്മയോ തനിയാണെങ്കിൽ ആ റെസിഡൻസ് ആശുപത്രി ഉണ്ടാക്കിയിട്ട് ഇവിടെ ഉള്ളവർ തന്നെ യുവാക്കളെയും യുവതികളെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് സഹായമാകത്തക്ക രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് ഇവിടെ ഉള്ളവർ തന്നെ അത് ചെയ്യണം. കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. കാരണം സാധാരണഗതിയിലെ കുടിവെള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മലയോര പ്രദേശങ്ങളാണ്. പമ്പയുടെ തീരത്തായ ഞങ്ങൾക്ക് അനുഭവിക്കുന്ന കുടിവെള്ള പ്രശ്നത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വേനൽക്കാലം ആകുമ്പോൾ കിണറ്റിലെ വെള്ളത്തിൽ ഓരുകൾ വരും. കുടിവെള്ളമാണ് പ്രധാന പ്രശ്നമായിട്ട് പറഞ്ഞത്. കുടിവെള്ളത്തില് മാലിന്യം അതുപോലെയുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞത്. ഈ കുടിവെള്ളമേ ശുദ്ധമാകണമെങ്കിൽ കൃഷി ചെയ്യണം. കൃഷിഭൂമിയാണ് നമുക്ക് ആദ്യം വൃത്തിയാക്കേണ്ടത്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷി, ഫ്രൂട്ട്സിന്റെ കൃഷി ഈ പഞ്ചായത്തിൽ ഉടനീളം വ്യാപിപ്പിക്കുക. തരിശു കിടക്കുന്ന ഭൂമികൾ മൊത്തത്തിൽ നല്ല രീതിയിൽ നമുക്ക് തെളിച്ചുകൊണ്ട് വരാൻ പറ്റും. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ വ്യവസായമായിട്ട് ഊന്നൽ കൊടുക്കാം. ഇതിനകത്ത് ഏറ്റവും ആവശ്യമായിട്ട് കൊണ്ടുവരേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസത്തിനെ ഈ ഒരു കൃഷി രീതിയിലേക്ക് കൊണ്ടുവരിക. ടൂറിസം കൊണ്ടുവരുന്നത് നമുക്കിപ്പോൾ അരുവിക്കുഴിയുണ്ട്, പമ്പാ നദീ തീരമുണ്ട്, ഇവിടെയൊക്കെ വൃത്തിയായിട്ട് കിടക്കും. അപ്പം ടൂറിസം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വീട് ഒന്ന് വൃത്തിയാക്കും. പറഞ്ഞിട്ട് വരുന്ന ഗസ്റ്റുകളാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വീടുകൾ വൃത്തിയാക്കും. അതുപോലെ തന്നെ ഈ ടൂറിസം പദ്ധതി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ആ ചുറ്റും ഒന്ന് വൃത്തിയാക്കി പല മേഖലയിൽ പല ആൾക്കാർക്ക് പഞ്ചായത്തിലെ പല വാർഡുകളിൽ ടൂറിസം സാധ്യതകൾ ഓപ്പൺ ചെയ്ത് അതിന് നല്ല രീതിയിൽ ഊന്നൽ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതൊരു വലിയൊരു തുടക്കമാണ്. അഭിമാനിക്കണം. എനിക്ക് അരുവിക്കുഴി വാട്ടർഫോൾസിനെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. അവിടെ വികസനങ്ങൾ ഒന്നും കാര്യമായിട്ട് വന്നിട്ടില്ല. അവിടെ ധാരാളം ജോലി സാധ്യത കൂടെ ഉള്ള ഒരു സ്ഥലമാണ്. വികസനം വരുവാണെങ്കിൽ അതിന്റെ തുടർ നടപടികൾ വേറെ ഏത് രീതിയിൽ നമുക്ക് അതിനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ലക്ഷ്യം നമ്മുടെ മഴ സമയത്തെങ്കിലും ആ സമയത്ത് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്നുള്ളത് നമ്മുടെ റിപ്പോർട്ടിനകത്ത് ഉൾപ്പെടുത്താം. അരുവിക്കുഴി ജംഗ്ഷനിൽ ടൂറിസ്റ്റ് ഹോമിലും ഫ്രണ്ടിൽ മാത്രം പോസ്റ്റൽ ലൈറ്റുകൾ കത്തുന്നുണ്ട്. ആ ജംഗ്ഷനായിട്ടുള്ള രണ്ടായിട്ട് തിരിഞ്ഞ് കോളഭാഗത്തോട്ട് തിരിയുന്ന ആ ജംഗ്ഷൻ, മെയിൻ ജംഗ്ഷൻ അവിടെയാണ്. അവിടെ നല്ല രീതിയിൽ വെട്ടം കിട്ടത്തക്ക രീതിയിലുള്ളൊരു അതിൻ്റെ എന്തെങ്കിലും ഒരു നല്ലൊരു ലൈറ്റ് പിടിപ്പിക്കണം. മുമ്പ് സോളാറിൻ്റെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു, അതിപ്പോൾ പ്രവർത്തിക്കുന്നേ ഇല്ല. അത് നിമിത്തം വലിയ ബുദ്ധിമുട്ടാണ് അവിടെ പ്രകാശം കിട്ടാതെ. അതുപോലെ അരുവിക്കുഴി തന്നെയല്ല പല ദേശങ്ങളിൽ ഇതുപോലെ സോളാർ വെച്ചിരുന്ന മുഴുവൻ പോയിടത്ത് ഇതുപോലെ പ്രകാശത്തിൻ്റെ വലിയ ബുദ്ധിമുട്ടുണ്ട്. പുളിമുക്ക് ജംഗ്ഷൻ ആണെങ്കിൽ തന്നെ
അതും അതുപോലെ തന്നെ അതിന് ഉള്ളൊരു പരിഹാരമാണ് കണ്ടെത്തേണ്ടത്. നമുക്ക് വേണ്ടത് ടൂറിസവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ ഒരു വലിയ പ്രൊജക്റ്റ് പോലെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കവർ ചെയ്ത് ഈ വെള്ളം കയറുന്ന പ്രശ്നം തന്നെ നല്ല ബണ്ടുകളും വെള്ളത്തിന് ഒഴുകി പോകാനുള്ള സൗകര്യക്കുറവും മൂലമാണ്. അതുപോലെ ഈ വലിയ തോടിന്റെ സൈഡ് കെട്ട് അതും പഞ്ചായത്തിന്റെ കയ്യിൽ നിൽക്കില്ല, അതും വലിയ പ്രൊജക്റ്റ് ഇട്ട് പോയാലേ പറ്റുള്ളൂ. വലിയൊരു പ്രൊജക്ട് റിപ്പോർട്ട് തന്നെ തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിൽ രൂപപ്പെടേണ്ടതായിട്ടുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ കുടുംബഭാരം ഏറ്റെടുത്ത് നടത്തുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പ്രത്യേക തൊഴിൽ അവർക്ക് വേണ്ടി അനുവദിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. സ്ത്രീ കൂട്ടായ്മയോട് കൂടിയിട്ടുള്ള പദ്ധതികളാണ്. ചെറുകിട വ്യവസായത്തിന് സ്റ്റേറ്റ് ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയുണ്ട്. തൊഴിൽ എടുക്കുന്നതിനേക്കാൾ തൊഴിൽ കൊടുക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറാനുള്ള പദ്ധതികൾ ഒരുപാടുണ്ട്. അതാണ് അജയേട്ടൻ പറഞ്ഞത്. തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിലെ വികസന വേദിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.